നമസ്കാരം. എൻ്റെ പേര് ഫാത്തിമ സൻഹ NP. ഞാൻ മലപ്പുറം ജില്ലയിലെ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥിനിയാണ്. ഞാൻ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം അംഗം കൂടിയാണ്. ഞാൻ അതിലൂടെയാണ് സീറോ ഷാഡോ കോൺടെസ്റ്റിനെക്കുറിച്ചും സീറോ ഷാഡോയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത്. ഏപ്രിൽ 11 മുതൽ 22-ാം തീയതി വരെയാണ് സീറോ ഷാഡോ കോൺടെസ്റ്റ് ഉള്ളത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും അതിനിടയിലുള്ള ഏതെങ്കിലും ദിവസങ്ങളിലായി സീറോ ഷാഡോ ഉണ്ടാകും. 11-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ളതിൽ എല്ലാ ദിവസങ്ങളിലും എനിക്ക് നിഴൽ അളക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാലും കൂടുതൽ ദിവസങ്ങളിൽ ഞങ്ങൾ നിഴൽ അളന്നിരുന്നു. എൻ്റെ സുഹൃത്ത് നൗറയും ഞാനും ചില ദിവസങ്ങളിൽ ഒരുമിച്ചായിരുന്നു നിഴൽ അളന്നിരുന്നത്. ആദ്യ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അനേകം തെറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കൂടെ ഞങ്ങൾ ആ തെറ്റുകൾ തിരുത്തി ശരിയായ രീതിയിൽ ഞങ്ങൾ നിഴൽ അളക്കാൻ ആരംഭിച്ചു. പാലക്കാടിൻ്റെ സീറോ ഷാഡോ ഡേക്കാണ് ഞങ്ങൾ അതുവരെ അളന്നതിൽ ഏറ്റവും ചെറിയ അളവായ 1 സെൻറ്റിമീറ്റർ ലഭിച്ചിരുന്നത്. ഇപ്പോൾ സമയം 12:36. 12:36-നാണ് സീറോ ഷാഡോ എന്ന അത്ഭുത പ്രതിഭാസം എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു മിനിറ്റ് മാത്രമേ ഈ പ്രതിഭാസം നീണ്ടു നിന്നുള്ളൂ. ഈ പ്രതിഭാസം കണ്ണുകൊണ്ട് കണ്ടതിൽ എനിക്ക് വളരെ ആശ്ചര്യം തോന്നുന്നു. ഇപ്പോൾ സമയം 12:38. ഷാഡോ ആദ്യം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വീണ്ടും നോർത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ ഭൗമ പ്രതിഭാസങ്ങൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഗ്രീൻ ക്ലീൻ കേരളക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പാഠ്യഭാഗങ്ങളിലുണ്ടായിരുന്നെങ്കിൽ എത്ര സുഗമമായിരുന്നു പഠനം എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.